നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കളിയിക്കാവിളയിൽ മലയാളിയായ ക്വാറി ഉടമയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. ആ കേസിൽ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു. നേമ സ്വദേശി ചൂഴാറ്റുകോട്ട അമ്പിളി എന്നറിയപ്പെടുന്ന സജികുമാറിനെയാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലേറെ പ്രതികളുണ്ടോ എന്ന് സംശയമുണ്ട്. ദീപുവിനോട് ശത്രുതയുള്ളവരുടെ വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ്. അതേസമയം പോലീസിനെ കുഴപ്പിക്കുകയാണ് പ്രതിയുടെ മൊഴി. കൊലപാതകത്തിന്റെ പൂർണ്ണ ചിത്രം തെളിയാൻ ഇനിയും സമയം വേണ്ടിവരുമെന്ന് പോലീസ് പറയുന്നു. വി വിനോദ് ചേരുന്നുണ്ട് കളിയിക്കാവിളിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനോദ്, ഈ പ്രതിയെ പിടികൂടിയിട്ട് ഇപ്പോൾ 12 മണിക്കൂർ പിന്നിടുന്നു. ഇതുവരെയും പോലീസിനൊരു വ്യക്തമായ ചിത്രം കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പോലീസിന്റെ നിലവിൽ കസ്റ്റഡിയിലുള്ള സജികുമാർ തനിച്ചാണോ കൊലപാതകം നടത്തിയത്, അതോ ഇതിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ, കൊലപാതകത്തിന്റെ കാരണം എന്താണ്, ഇത്തരം കാര്യങ്ങളിൽ പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, തിരുവനന്തപുരം മലയം സ്വദേശി സജികുമാർ എന്ന അമ്പിളി എന്നാണ് വിളിക്കപ്പെടുന്നത്. അമ്പിളിയാണിപ്പോൾ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിൽ 8 അന്വേഷണ സംഘങ്ങളെയാണ് നേരത്തെ നിയോഗിച്ചത്. തക്കല DYSPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇയാളെ കഴിഞ്ഞ ദിവസം മലയത്ത് നിന്ന് പിടികൂടിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. കൊലപാതകം നടന്ന കാറിൻ്റെ ദൃശ്യങ്ങളാണ്. ഈ വാഹനത്തിൽ വെച്ചാണ് കൊലപാതകം നടന്നത്. ഇതിലാണ് ദീപു, കോറി ഉടമനായ ദീപു സഞ്ചരിച്ചെത്തിയത്. വാഹനത്തിൽ കയറി എന്ന സൂചനയുണ്ട്. അതല്ല, കളിയിക്കാവിളയിൽ അമ്പിളി കാത്തു നിൽക്കുകയായിരുന്നു എന്ന സൂചനയുണ്ട്. പക്ഷേ അതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. ഈ വാഹനത്തിലെ രക്തക്കറ ഉൾപ്പെടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കൊലപാതകം നടന്നത് ഈ വാഹനത്തിനുള്ളിൽ വെച്ചാണ്. കോറി മുതലാളിയായിരുന്നു ദീപുവും അമ്പിളിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് വീട്ടുകാർ പറയുന്നത്. നേരത്തെ ചില ഫോൺ കോളുകൾ ഉണ്ടായിരുന്നു. കൊട്ടേഷൻ സംഘങ്ങൾ 10 ലക്ഷം രൂപ ആദ്യം ആവശ്യപ്പെട്ടു. അതിനുശേഷം 50 ലക്ഷം രൂപ വീണ്ടും വർദ്ധിപ്പിച്ച് ആവശ്യപ്പെട്ടു. ആ കാര്യങ്ങളെല്ലാം തന്നെ ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടായിരുന്നോ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ അമ്പിളിയും ദീപുവും തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു എന്ന കാര്യം തന്നെയാണ് വീട്ടുകാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മാർത്താണ്ഡത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ അമ്പിളിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ദീപു ആവട്ടെ ഈ കോറി മുതലാളി എന്ന നിലയ്ക്കാണെങ്കിലും മറ്റ് ചില കാര്യങ്ങൾ കൂടി, വാഹനങ്ങൾ വാങ്ങി പുതുക്കി വിൽപ്പന നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിലായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതായത് കോറിയിലേക്ക് ആവശ്യമായ വാഹനത്തിന് തുക നൽകുന്നതിന് വേണ്ടി യാത്ര നടത്തി. പക്ഷേ എങ്ങനെയാണ് അമ്പിളി ഈ വാഹനത്തിലെത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയില്ല. അമ്പിളിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. നേരത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. മൊട്ടാനി കൊലപാതക കേസിൽ, 2 കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം കേസുകളിൽ പ്രതിയായി എന്നതാണ് പോലീസ് നൽകുന്ന വിവരം. പക്ഷേ ഈ കാര്യത്തിൽ ഇവർ തമ്മിലുള്ള സൗഹൃദം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടേണ്ടതുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോഴും പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിൽ വ്യക്തത വരണം. എവിടെ നിന്നാണ് അമ്പിളി വാഹനത്തിൽ കയറിയത്, ദീപുവിൻ്റെ വാഹനത്തിൽ എവിടെ വെച്ച് കയറി, ഇവർ എവിടേക്ക് യാത്ര ചെയ്തു. CCTV ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത് ഈ കൊലപാതകം നടന്ന കളിയിക്കാവിളയിൽ ഒറ്റമര ചൂട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. എങ്ങനെയാണ് ഈ വാഹനത്തിൽ എത്തിയത് എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനയില്ല. അതിനുശേഷം CCTVയിൽ ദൃശ്യമാകുന്നത് ഒരാൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് സംബന്ധിച്ച കാര്യമാണ്. ആ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ സൂചിപ്പിച്ചതുപോലെ ആ CCTV ദൃശ്യങ്ങളിലുള്ളതുപോലെ ഒരാൾ വാഹനത്തിൽ നിന്ന് ഈ സംഭവത്തിന് ശേഷം, ഈ കൊലപാതകത്തിന് ശേഷം ഇറങ്ങിപ്പോകുന്നുണ്ട്. അത് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള സജികുമാർ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഈ സജികുമാർ തനിച്ചായിരിക്കുമോ കൃത്യം നടത്തിയത്? നേരത്തെ ഇന്നലെ തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നൽകിയ സൂചനകൾ ഈ കൊല്ലപ്പെട്ട ദീപുവിന്റെ കൈവശമുണ്ടായിരുന്ന 10 ലക്ഷം രൂപ കവർച്ച ചെയ്യാൻ വേണ്ടി നടത്തിയ കൊലപാതകമാകാം. അങ്ങനെ ആ ഒരു സാധ്യത കൂടി പരിശോധിക്കേണ്ടതല്ലേ? അതോ ഈ അമ്പിളിയും ദീപുവും തമ്മിൽ
മുൻപ് മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വിരോധമുണ്ടായിരുന്നോ? അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ കൊലപാതകമാണോ? ഇവർ തമ്മിൽ സൗഹൃദമായിരുന്നു, അടുത്ത ബന്ധമുണ്ടായിരുന്നു. പക്ഷേ എന്തിനീ കൊലപാതകം എന്നതിലാണ് വ്യക്തതയില്ലാത്തത്. അമ്പിളി ഈ വാഹനത്തിൽ കാലിൽ ചെറിയ മുടന്തുള്ള ആളാണ് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അത് അമ്പിളി തന്നെ എന്ന ഒരു സ്ഥിരീകരണമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. പക്ഷേ വേറെ ആരെങ്കിലും ഇതിന് ഈ കൃത്യത്തിന് പിന്നിലുണ്ടോ എന്നതടക്കമുള്ള സംഭവങ്ങളുണ്ട്. നമുക്ക് ഒന്നുകൂടി ഈ വാഹനത്തിലേക്ക് പോകാം. തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര പുറപ്പെടുന്നത് ദീപു. അതിനുശേഷം കോയമ്പത്തൂർ അവിടേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള യാത്ര എന്ന കാര്യമാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ എങ്ങനെയാണ് അമ്പിളി ഈ വാഹനത്തിലേക്ക് എത്തിയത്, അതുമായി സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. രണ്ടുപേരും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. 2018 വരെ ഈ കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. നേരിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് അമ്പിളി എന്ന് പറയുന്നു. അതിനുശേഷം 2018 അത്തരം കാര്യങ്ങൾ അവസാനിപ്പിച്ചു. അതായത് സിറ്റി പോലീസിൻ്റെ ഈ ഗുണ്ടകൾക്കെതിരെയുള്ള നടപടികൾ കൂടുതൽ കർശനമായതോടുകൂടി അത്തരം പരിപാടികൾ അവസാനിപ്പിച്ച് കോറിയുമായി ബന്ധപ്പെട്ട് മൂക്കുന്നി മലയിൽ ധാരാളം കോറികളുണ്ട്. ആ കോറികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലേക്കും അവിടെ കോറി ഉടമകളോ തൊഴിലാളികളോ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഈ സെറ്റിൽമെൻറ്റ് എന്ന നിലയ്ക്ക് അത് ഈ ഗുണ്ടാസംഘങ്ങളാണ് പലപ്പോഴും പല കാര്യങ്ങളും സെറ്റിൽ ചെയ്യുന്നത്. ആ തരത്തിലുള്ള സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ പരിചയത്തിലായിരുന്നു. പക്ഷേ എന്തിന് ഈ കൊലപാതകത്തിലേക്ക് പോയി എന്നതിലാണ് സംശയം അവശേഷിക്കുന്നത്. ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടിരുന്നു എന്നതാണ്. അത് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ അമ്പിളിക്ക് പിറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കളിയിക്കവിള പോലീസ് സ്റ്റേഷനിലാണ്, തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൊലപാതകം നടന്നത്. രാത്രി പോലീസ് പട്രോളിംഗ് നടക്കുന്നതിനിടയിലാണ് ഈ വാഹനം പാർക്ക് ലൈറ്റ് ഇട്ട നിലയിൽ കാണുകയും അതിനുശേഷം പോലീസ് പരിശോധന നടത്തുകയും ചെയ്തത്. അതിനുള്ളിലാണ് ഈ കഴുത്തറുത്ത നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് പരിശോധന നടത്തുകയും അത് തിരുവനന്തപുരം സ്വദേശി മലയങ്കീഴ് സ്വദേശി ദീപു ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ദീപുവിൻ്റെ സാമ്പത്തിക നില സംബന്ധിച്ച പരിശോധനകളും പോലീസ് നടത്തുന്നുണ്ട്. അധ്യാപികയാണ് ഭാര്യ, 2 മക്കളാണുള്ളത്. സാമ്പത്തിക നില സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ കടമുണ്ടായിരുന്നോ, മറ്റു സാമ്പത്തിക ബാധ്യതകളുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ കാറിൻ്റെ ദൃശ്യങ്ങൾ, ഇതിൽ നിന്ന് ഏറ്റവും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വിനോദ് നേരത്തെ സൂചിപ്പിച്ച ഒരു കൊട്ടേഷൻ സംഘം ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി നേരത്തെ 50 ലക്ഷം ആവശ്യപ്പെട്ടു, പിന്നീട് 10 ലക്ഷം ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരമൊരു സെറ്റിൽമെന്റിന്റെ ഭാഗമായി ഈ അമ്പിളി ഈ സംഭവത്തിൽ ഇടപെട്ടിരുന്നോ? അതിനുവേണ്ടിയായിരുന്നോ, ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നോ ഈ 10 ലക്ഷം രൂപ കൊണ്ടുപോയത്? എന്തിനാണ് ഈ കാറിൽ പണവുമായി ദീപു യാത്ര ചെയ്തത്? ഇക്കാര്യത്തിൽ കുടുംബത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമോ? ഈ കുടുംബത്തിന്റെ മൊഴി പോലീസിനെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വിനോദ്? അതായത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള യാത്രയായിരുന്നു. ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപ എന്ന ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്, കൈവശമുണ്ടായിരുന്നത്. ഇത് ഈ കൊല നടത്തിയ ശേഷം ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാൾ, ആ ദൃശ്യങ്ങൾ അത്ര കണ്ട് വ്യക്തമല്ല എങ്കിലും ഈ പണം നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല നടത്തിയയാൾ ഈ പണം കവർന്നു എന്നതാണ്. സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച്, അതായത് ദീപുവിൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ സംബന്ധിച്ച അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. സ്വർണം കവർന്നിട്ടുണ്ടോ, ഇതിനു വേണ്ടി തന്നെയുള്ളൊരു കൊലപാതകമായിരുന്നു എന്ന കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട്. അമ്പിളിയും ദീപുവും തമ്മിൽ നേരത്തെ തന്നെ പരിചയത്തിലായിരുന്നു. അങ്ങനെയെങ്കിൽ മദ്യപിച്ചുള്ള മദ്യലഹരിയിൽ കൊലപാതകം നടന്നതാണോ? ആ തരത്തിൽ പല സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് പരിചയമുള്ള ആളുകൾ ഒരു യാത്രക്കിടയിൽ അങ്ങനൊരു കൃത്യത്തിലേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അവിടെയാണ് അമ്പിളിയുടെ മൊഴി ചില സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. മൊഴി മാറ്റുന്നുണ്ട്. ദീപുവിൻ്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തണമെന്ന് പോലീസ് പറയുന്നുണ്ട്. കാരണം വലിയ സാമ്പത്തിക ബാധ്യതയോ മറ്റോ ഉണ്ടായിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഔദ്യോഗികമല്ലാത്ത, നമുക്ക്
പറഞ്ഞു കേൾക്കുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നാലും ഈ മൊഴിയിലെ കൃത്യത പരിശോധിക്കുക എന്നതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. വിശദമായി തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. മാർത്താണ്ഡത്തടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ വാഹനം സഞ്ചരിച്ച വഴികൾ നെയ്യാറ്റിൻകര മുതൽ അമ്പിളി ഈ വാഹനത്തിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ മുതലുള്ള തെളിവെടുപ്പ് മാത്രവുമല്ല, തിരുവനന്തപുരത്ത് ഈ ക്വാറി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള ബന്ധം, അവിടെ നിന്ന് വാഹനം പുറപ്പെട്ടത്, വാഹനം സഞ്ചരിച്ച വഴിയിലെ CCTV ദൃശ്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കണം. തമിഴ്നാട് പോലീസ് കേരള പോലീസിൻ്റെ സഹായം കൂടി തേടിയിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിനടക്കം അത്തരത്തിലുള്ള സഹായം ആവശ്യമുണ്ട്. CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് കേരള പോലീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ കേരള പോലീസും തമിഴ്നാട് പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തുന്നത്. ഇതിൽ അമ്പിളി നൽകുന്ന മൊഴി മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇവർ തമ്മിലുള്ള സൗഹൃദം, അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ കാര്യമാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. ഏതാണ്ട് 12 മണിക്കൂർ കഴിയുന്നുണ്ട് പ്രതി കസ്റ്റഡിയിലായിട്ട്. ഇനി കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. കന്യാകുമാരി SP നേതൃത്വത്തിൽ 12 പേർ അടങ്ങുന്ന 8 അന്വേഷണ സംഘങ്ങളെയാണ് നേരത്തെ തന്നെ രൂപീകരിച്ചത്. അതിൽ തക്കല സ്ക്വാഡാണ് പ്രതിയെ പിടികൂടുന്നത്. ഇപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. ഈ സാമ്പത്തിക ഇടപാട്, അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അമ്പിളിയുടെ ഒരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ അമ്പിളി ക്രിമിനൽ കേസുകളിൽ നിരവധി തവണ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. 2 കൊലപാതക കേസുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 50ഓളം കേസുകൾ അമ്പിളിയുടെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പോലീസ് ആ രീതിയിലുള്ള ഒരു കൊട്ടേഷൻ ഇടപാടുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത്, അല്ലേ വിനോദ്? അതോടൊപ്പം അറിയേണ്ടത്, എന്തായാലും പോലീസിന്റെ ഒരു അന്വേഷണത്തിൽ ഇതൊരു ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇത് ഈ കളിയിക്കാവിളയിൽ വെച്ച് കൊലപാതകം നടത്തിയത്? ഈ പോകുന്ന വഴി അത് കൈവശം ആയുധമുണ്ടായിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട് ബോർഡർ പിന്നിട്ട് കൊലപാതകം നടത്തുക എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തിയ കൊലപാതകം എന്ന് തന്നെ മനസ്സിലാക്കണം. മറ്റ് തരത്തിലുള്ള അന്വേഷണം, ഈ ഒരു കൂട്ടുപ്രതികളുണ്ടോ, കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ, ഇക്കാര്യം മനസ്സിലാക്കണമെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഈ പ്രതിയുടെ ഫോൺ പരിശോധിക്കണം, ദീപുവിൻ്റെ ഫോൺ കോളുകൾ പരിശോധിക്കണം. അത്തരം നടപടികൾ അടിയന്തരമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഇതിൽ ദീപുവിൻ്റെ ഫോൺ കോളുകൾ ഇതിനകം തന്നെ പോലീസ് പരിശോധിച്ച് ദീപുവുമായി ബന്ധപ്പെട്ട് വന്ന ഫോൺ കോളുകൾ കൃത്യമായി പരിശോധിച്ചു. എവിടെ നിന്നാണ് അമ്പിളി വാഹനത്തിൽ കയറുന്നത്, അമ്പിളിയുമായുള്ള സൗഹൃദം, നേരത്തെയുള്ള ഫോൺ കോളുകൾ, ഇവർ തമ്മിലുള്ള എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ, ഇതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അമ്പിളിക്ക് ഈ ആക്രി വ്യാപാരവുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളുണ്ട്. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിൽ തന്നെ ആക്രി വ്യാപാരം നടത്തുന്ന ഒരു കാര്യമുണ്ട്. അതിൽ ദീപുവിന് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം പരിചയമില്ലാത്തയാൾ, സൗഹൃദത്തിലല്ലാത്തയാൾ ഒരു തരത്തിലും ഈ വാഹനത്തിനുള്ളിൽ പ്രവേശിക്കാനുള്ള ഇടയില്ല. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിനുള്ളിൽ അത് ദീപു സ്വമേധയാ സ്വന്തം താല്പര്യപ്രകാരം അമ്പിളിയെ വാഹനത്തിനുള്ളിൽ കയറ്റിയതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദീപുവിനെ സ്വാധീനിച്ച് മറ്റേതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് അമ്പിളി വാഹനത്തിൽ കയറിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് അമ്പിളി. പക്ഷേ ഇവർ തമ്മിൽ നേരത്തെ പരിചയത്തിലായിരുന്നു. ക്വാറി നടത്തിപ്പുകാരനായിരുന്നു ദീപുവിൻ്റെ ഉടമസ്ഥതയിൽ ക്വാറി ഉണ്ടായിരുന്നു. മൂക്കുന്നിമല നമുക്കറിയാം, തിരുവനന്തപുരത്ത് വളരെയധികം ക്വാറികൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ആ ക്വാറി ഉടമകൾ തമ്മിൽ, അവിടുത്തെ തൊഴിലാളികൾ തമ്മിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ തർക്കമുണ്ടായാൽ ഇവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്ന കൊട്ടേഷൻ സംഘാംഗം, അല്ലെങ്കിൽ അവിടെ ഒരു ഇടപെടുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് വരുതിയിലാക്കുന്ന തരത്തിൽ ഇടപെട്ടിരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് തന്നെയാണ് അമ്പിളിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിരുന്നത്. 2018 വരെ നേരിട്ട് തന്നെ ഗുണ്ടാ പ്രവർത്തനങ്ങൾ നഗരത്തിൽ നടത്തിയിരുന്നു. 2 കൊലപാതക കേസിൽ ഉൾപ്പെടെ ഏതാണ്ട് 50ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരാൾ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നത് തന്നെയാണ്. കൊലപാതകം നടക്കുമ്പോൾ അതിന് എന്താണ് കാരണമായത്? നേരത്തെ ദീപുവിൻ്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പണം ആവശ്യപ്പെട്ടിരുന്നു, 10 ലക്ഷം രൂപയും പിന്നീട് 50 ലക്ഷം രൂപയും കൊട്ടേഷൻ സംഘം ആവശ്യപ്പെട്ടിരുന്നുവെന്നാണ്. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രേരണയുണ്ടോ ഈ കൊലപാതകത്തിന് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ
ഇവർ തമ്മിലുള്ള തർക്കമാണോ എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള കാര്യം, ദീപുവിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക നില അല്ലെങ്കിൽ ബാധ്യതകൾ, ഇതെല്ലാം സംബന്ധിച്ച കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മാത്രമേ ഇതിൻ്റെ കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ. ഇപ്പോഴും തമിഴ്നാട് പോലീസ് അമ്പിളിയെ ചോദ്യം ചെയ്യുകയാണ് കേട്ടോ. വ്യക്തമാണ്. കളിയിക്കാമ്പിളിയിൽ നിന്നും ബി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ രാത്രിയിലാണ് ക്വാറി ഉടമയായ ദീപുവിനെ വാഹനത്തിനുള്ളിൽ വെച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. ഇപ്പോൾ വിശദമായി രഹസ്യ കേന്ദ്രത്തിൽ പ്രതി സജികുമാറിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും പ്രതിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതാണ്, ചില അവ്യക്തതയുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. കാരണം തനിച്ചാണോ കൊലപാതകം നടത്തിയത്, കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്, ഇക്കാര്യങ്ങളിൽ വ്യക്തത വരണം. സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് മലപ്പുറം കോട്ടക്കലിൽ ഒരു വീടിന് നേരെ കഴിഞ്ഞ രാത്രി ഉണ്ടായ വെടിവെപ്പാണ്. വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനാണ് യുവതിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്തത്. മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം. എയർഗൺ ഉപയോഗിച്ചാണ് യുവാവ് 3 റൗണ്ട് വെടിയുതിർത്തത്. സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്ത പോലീസ് പ്രതി അബൂ താഹിറിനെ അറസ്റ്റ് ചെയ്തു. വൈകുന്നേരം 7 മണിയോടുകൂടി അരിച്ചോള് നെടുങ്ങോട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ വീടിന്റെ മുൻവശത്ത് നിന്നിട്ട് അയാളുടെ വീട്ടിലേക്ക് വെടിയുതിർത്ത് 2-3 റൗണ്ട് വെടിയുതിർത്തു. 8:45 പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കിട്ടുന്നത്. ഞാനും പോലീസ് പാർട്ടി സ്ഥലത്ത് പോയി. സംഭവം എയർ റൈഫിൾ വെച്ചിട്ട് വെടിവെച്ചതാണ്. ഇബ്രാഹിമിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലാണ് പ്രശ്നം. അയാളുടെ മകളെ കല്യാണം കഴിച്ച് 1 കൊല്ലം മുമ്പ് നിക്കാഹ് കഴിച്ച ആൾ ഒഴിഞ്ഞത് ഉള്ള വിരോധം മൂലം അയാൾ 1 മാസം മുമ്പ് ഒരു റൈഫിൾ മേടിച്ചു. എതിരിക്കോട് മാസ്റ്റർ റൈഫിൾ മേടിച്ച് പ്രാക്ടീസ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം നേരെ അയാളുടെ വീട്ടിൽ മുമ്പ് വെച്ചിട്ട് 3 റൗണ്ട് നേരെ വീട്ടിലേക്ക് നിറയൊഴിച്ചു. എന്നിട്ട് അയാൾ ഇവിടുന്ന് ഹസ്ബൻഡിങ് ആയി. രാത്രി തന്നെ പ്രതിയെ നമ്മൾ കസ്റ്റഡി എടുത്തു. പ്രതി ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അവിടുത്തെ ഫ്രണ്ടിലെ ജനല് പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ സ്പോട്ടിൽ തന്നെ ഡെഡാവാനും ആവുന്നതാണ്. ആളിനെ അപകടപ്പെടുത്താനുള്ള ഉദ്ദേശം കൊണ്ടായിരിക്കണമല്ലോ വീടിന്റെ മുമ്പിൽ തന്നെ വന്നിട്ട് നിറയൊഴിക്കുന്നത്. മാത്രമല്ല ആ സമയത്ത് ആള് കട്ടിൽ കിടക്കുകയായിരുന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് അപകടം പറ്റുന്നത്. അകത്തെ മുറിയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് വെടിയേക്കുകയും അയാൾ മരണപ്പെടാനും സാധ്യതയുണ്ടായിരുന്നു. CV അനുമോദ് ചേരുന്നു മലപ്പുറത്തു നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനുമോദ്, കഴിഞ്ഞ രാത്രി ഉണ്ടായ വെടിവെപ്പ്, ആ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ പോലീസ് നൽകുന്ന വിവരങ്ങൾ. ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഈ പ്രതി അബൂ താഹിർ ഈ യുവതിയെ അടക്കം കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ വെടിവെപ്പായിരുന്നു ഇത്. നമ്മളിപ്പോൾ കേട്ടത് കോട്ടക്കൽ CI ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് ഈ പ്രതിയായിട്ടുള്ള അബൂ താഹിറിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോട് വിരോധം ഉണ്ടായിരുന്നു. നേരത്തെ ഇയാളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞതായിരുന്നു ഈ വീട്ടിലെ കുട്ടി. എന്നാൽ ഇയാളുടെ സ്വഭാവത്തിലെ ചില പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. അതാണ് ഈ ഒരു വിരോധത്തിന് കാരണമായത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം ഇവരെ അപകടപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് പ്രതി ഇത് ചെയ്തിട്ടുള്ളതെന്നും 1 മാസം മുൻപ് എയർ റൈഫിൾ വാങ്ങി ഇയാൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു സംഭവം ഇയാൾ നടത്തിയിട്ടുള്ളതെന്നുമാണ് പോലീസ് പറയുന്നത്. ഈ ഒരു എയർ റൈഫിൾ ഉപയോഗിച്ച സമയത്ത് ജനലിന്റെ ഗ്ലാസുകൾ പൊട്ടിയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ ആളുകൾ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നേരെ ഇത് അപകടമുണ്ടാകുന്ന സാധ്യത, അല്ലെങ്കിൽ ആ എയർ റൈഫിളിലെ പെല്ലറ്റുകൾ തട്ടി അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന സാധ്യത ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് കരുതിക്കൂട്ടി ചെയ്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ടാണ് വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇയാൾ ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നും പോലീസ് പ്രാഥമികമായിട്ട് പറയുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഈ വിവാഹത്തിൽ നിന്നും ഈ പെൺവീട്ടുകാർ പിന്മാറാനുള്ളൊരു കാരണമെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. എന്നാണെങ്കിലും വളരെ വലിയ ഒരു അപകടം സംഭവിക്കുമായിരുന്നു. ഇയാൾ വെടിയുതിർത്ത സമയത്ത് ആരെങ്കിലും ആ വീടിനുള്ളിൽ ആ ജനലിനോട് ചേർന്ന് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത്. ഈ അനുമോദ്, ഈ പ്രതി അബൂ താഹിറിനെ കുറിച്ച് പോലീസ് പറഞ്ഞ വിവരം അനുസരിച്ച് ഇയാൾ
ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഇതിനു മുൻപ് ഏതെങ്കിലും കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണോ, അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലാണോ, അത് അറിഞ്ഞ ശേഷമാണോ ഈ യുവതി വിവാഹത്തിൽ നിന്നും പിന്മാറിയത്, അതോ ഇത്തരത്തിലൊരു ക്രിമിനൽ വാസന അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഈ വിവാഹ ബന്ധത്തിൽ നിന്നും ആ കുടുംബം പിന്മാറിയത്? നമുക്ക് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇയാൾക്ക് ഈ ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഇയാൾ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലായ സാഹചര്യത്തിലാണ് ഈ യുവതിയുടെ കുടുംബം ഇതിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ, പെരുമാറ്റത്തിൽ വന്ന മാറ്റങ്ങൾ, അത്തരത്തിലുള്ള ഈ സ്വഭാവത്തിൽ വന്ന വ്യത്യാസവും അതിനെക്കുറിച്ച് ഇവർ നടത്തിയ അന്വേഷണവുമാണ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഇയാൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് ഇപ്പോഴും അന്വേഷിക്കുകയാണ്. ഏതെങ്കിലും ലഹരി കടത്ത് ശൃംഖലയുടെ ഭാഗമായിട്ട് ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ലഹരി കടത്ത് കേസുകളുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് ഇയാൾക്കെതിരെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. കാരണം ഈ പ്രതിയുടെ മൊഴിയെടുക്കലും മറ്റു നടപടികളും ഇപ്പോഴും പൂർത്തിയാക്കാനുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. നിലവിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ അത് സ്ഥിരീകരണം ആകേണ്ടതുള്ള ഒരു വിഷയമാണ്. എന്തുതന്നെയാണെങ്കിലും ഈ പ്രതിയുടെ മയക്കുമരുന്ന് ഉപയോഗമാണ് അയാളുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ഈ യുവതിയുടെ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. അതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഇപ്പോൾ ഈ വെടിവെപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ പോലീസിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. അതായത് അനുമതി സൂചിപ്പിച്ചതനുസരിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ വെടിവെപ്പ്, ഇതിനായി പോലീസ് തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട്. 1 മാസത്തോളം ഇയാൾ പരിശീലനം നടത്തിയിരുന്നു. തോക്ക് 1 മാസം മുൻപ് തോക്ക് വാങ്ങി പിന്നീട് പരിശീലനം നടത്തി, അതിനുശേഷമാണ് വെടിയുതിർത്തതെന്ന്. ഈ തോക്ക് എങ്ങനെയാണ് ലഭിച്ചത്, എവിടെ നിന്നാണ് ഇത് വാങ്ങിയത്, ഇക്കാര്യങ്ങളിൽ പ്രതിയെ ചോദ്യം ചെയ്തിരുന്ന ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടോ അനുമോദ്? നമുക്കറിയാം, ഈ എയർ റൈഫിൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സാധാരണ എയർ റൈഫിൾ അത്ര അപകടകാരിയായ ഒരു ജീവന് അപകടം വരുത്തുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല, ആയുധമല്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ എയർ റൈഫിൾ വളരെ ക്ലോസ് റേഞ്ചിൽ വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ അത് ജീവന് അപകടം വരുത്തുന്നതുമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇയാൾ 1 മാസം മുൻപാണ് ഇത് വാങ്ങിച്ചത്. അതിനുശേഷം കൃത്യമായ പരിശീലനം ഇയാൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. ഈ പുത്തനത്താണി മേഖലയിൽ നിന്നാണ് ഇയാൾ വാങ്ങിച്ചത് എന്നാണ് പോലീസ് പ്രാഥമികമായിട്ട് നൽകുന്ന വിവരം. പക്ഷേ അതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല നിലവിലെ സാഹചര്യത്തിൽ. കാരണം എയർ റൈഫിൾ വിൽക്കാൻ ലൈസൻസ് മതി, അത് വാങ്ങാൻ ലൈസൻസിൻ്റെ ആവശ്യമില്ല. സാധാരണഗതിയിൽ ഈ മലയോര മേഖലയിലൊക്കെ വന്യജീവികളെ പേടിപ്പിച്ചു, അതായത് പന്നികളെയും മറ്റേ കുരങ്ങന്മാരെയൊക്കെ പേടിപ്പിച്ചോടിക്കാനും മറ്റും എയർ റൈഫിൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എയർ റൈഫിൾ ഉപയോഗിക്കുന്നതിന് നിയമത്തിൻ്റെ ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അത് വിൽക്കുന്നതിനാണ് ലൈസൻസ് വേണ്ടത്. അതൊക്കെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതാണെന്ന് പോലീസ് പറയുന്നു. പക്ഷേ എയർ റൈഫിൾ എങ്ങനെ ഉപയോഗിച്ചാൽ ഒരാൾക്ക് ജീവന് ഹാനി ഉണ്ടാകാം എന്ന് കൃത്യമായി മനസ്സിലാക്കി ആയിരിക്കാം ഇയാൾ ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെടുത്തിയല്ലെങ്കിലും അടുത്തിടെ ഇറങ്ങിയ ഒരു ചലച്ചിത്രത്തിൽ എയർ റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്ന ജോജി എന്ന സിനിമയിൽ അങ്ങനെ എയർ റൈഫിൾ ഉപയോഗിച്ച് വെടിവെക്കുന്നതിൻ്റെ ഒരു സീന് കൂടി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ചേർത്ത് പറയണം. അപ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യക്തത വരുള്ളൂ എന്നുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ എയർ റൈഫിൾ എങ്ങനെ ഉപയോഗിച്ചാൽ അപകടം ഉണ്ടാകാം, ജീവന് ഹാനി ഉണ്ടാകാം എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കാം പ്രതി ഇത് വാങ്ങിച്ചതും ഇതിൽ പ്രാക്ടീസ് ചെയ്തതും ഇത്തരം ഒരു കൃത്യം നടത്തിയത്. എന്താണെങ്കിലും ആരുടെയും ജീവന് അപായം ഉണ്ടായില്ല എന്നത് വളരെ ഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനാണ് യുവതിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്തത്. മലപ്പുറം കോട്ടയ്ക്കലിലാണ് കഴിഞ്ഞ രാത്രി സംഭവം ഉണ്ടായത്. കൊച്ചിയിൽ വൈദികനെ ലോഡ്ജിൽ പൂട്ടിയിട്ട് പണവും ഐഫോണും കവർന്നു. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്.
കോട്ടയം സ്വദേശിയായ വൈദികനെ കൊച്ചിയിലെ ലോഡ്ജിൽ പൂട്ടിയിട്ട് 40,000 രൂപയും ഐഫോണും കൊള്ളയടിച്ചു. കഴുത്തിൽ കത്തിവെച്ചായിരുന്നു കവർച്ച. കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലായിരുന്നു സംഭവം. നവമി ദിനേശ് ചേരുന്നു വിവരങ്ങളുമായി. നവമി, എന്നാണ് ഈ സംഭവം, ഈ കവർച്ച ഉണ്ടായത്? ഈ സംഭവത്തിന് ശേഷം വൈദികൻ പോലീസിൽ പരാതിപ്പെടുന്നു. ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നോ? ഞായറാഴ്ചയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കോട്ടയത്ത് നിന്നും വൈദികൻ എറണാകുളത്തേക്ക് എത്തിയതായിരുന്നു. ആ സമയത്ത് KSRTC ബസ്സിലാണ് എത്തിയത്. ആ സമയത്ത് എറണാകുളത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഇതിനെ തുടർന്നാണ് എറണാകുളത്തെ ഈ KSRTC സ്റ്റാൻഡിന് സമീപമുള്ളൊരു ലോഡ്ജിൽ മുറിയെടുത്തത്. ഇവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ പ്രതി റൂമിലേക്ക് അതിക്രമിച്ച് കയറുകയും അതിനുശേഷം കഴുത്തിൽ കത്തിവെച്ച് വൈദികനെ ഭീഷണിപ്പെടുത്തി. കയ്യിലുണ്ടായിരുന്ന പണവും ഒപ്പം വിലപിടിപ്പുള്ള വാച്ചും ഐഫോണും തട്ടിയെടുത്ത് ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു. ഉടനെ തന്നെ ഇവർ ഈ ഹോട്ടൽ ഉടമയോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീടാണ് ഇത് സെൻട്രൽ പോലീസിന് പരാതി നൽകുവാനായി വൈദികൻ തീരുമാനിച്ചത്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ സംഭവം നടക്കുന്നത്. ഉടൻ തന്നെ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഇന്ന് രാവിലെയാണ് എറണാകുളത്ത് തന്നെ ഒരിടത്തു നിന്നും ഈ ആഷിഖിനെ പോലീസ് പിടികൂടുന്നത്. ആഷിഖിന്റെ പക്കൽ നിന്നും ഈ വിലപിടിപ്പുള്ള വാച്ചും ഒപ്പം ഐഫോണും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ പണം താൻ ചിലവാക്കിയെന്ന ഒരു മറുപടിയാണ് ആഷിഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഐഫോണും വാച്ചും ഈ വൈദികന് തിരിച്ചു നൽകിയിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഷിഖിനെ ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്താണ് ഈ ആഷിഖ്, എങ്ങനെയാണ് ഈ വൈദികൻ അവിടെ ഉണ്ടെന്ന് ആഷിഖ് അറിഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. പിന്നീട് ഈ പണം എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ചിലവാക്കിയതെന്നും അന്വേഷണ സംഘം നവമി അതാണ് അറിയേണ്ടത്. കാരണം ഈ വൈദികൻ, കോട്ടയം സ്വദേശിയായ വൈദികൻ കൊച്ചിയിലെ ലോഡ്ജിൽ എത്തിയത് എന്തിനാണ്? ഈ പ്രതിയുമായി എങ്ങനെയാണ് അടുത്തത്? ഇക്കാര്യങ്ങളിൽ ഈ പോലീസിനൊരു വ്യക്തത വന്നിട്ടുണ്ടോ? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നുണ്ടോ? വൈദികൻ ചില ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എറണാകുളത്തേക്ക് വന്നത്. അദ്ദേഹം ഇതിനു മുൻപും ഇത്തരത്തിൽ ഔദ്യോഗിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എറണാകുളത്ത് വന്നിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒക്കെ ഇവിടെ തന്നെയാണ് റൂം എടുക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതി ആഷിഖുമായി വൈദികൻ ഏതെങ്കിലും തരത്തിലുള്ളൊരു സൗഹൃദമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് എങ്ങനെയാണ് ആഷിഖ് ഈ വൈദികൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞത്, ഈ ഹോട്ടൽ ഉടമകൾക്കും ഇതിൽ പങ്കുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വൈദികൻ ഇവിടെ റൂം എടുത്ത്, അതായത് ആ ഞായറാഴ്ച ദിവസം, അതായത് ഈ സംഭവം നടക്കുന്ന ദിവസം ഈ വൈദികൻ ഇവിടെ അപ്രതീക്ഷിതമായാണ് റൂം എടുത്തതെന്നാണ് വ്യക്തമാകുന്നത്. പക്ഷെ അതിൽ പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒപ്പം ഈ വൈദികൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഉള്ളതെന്ന് എങ്ങനെയാണ് ആഷിഖ് അറിഞ്ഞത്, അല്ലെങ്കിൽ ഇങ്ങനെ അതിക്രമിച്ച് ആഷിഖ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഈ ഹോട്ടൽ ഉടമകൾ കണ്ടില്ലേ, അവർക്ക് ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പങ്കുണ്ടോ എന്നും അന്വേഷണ സംഘം അതിന്റെ ഒരു അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ആഷിഖിൽ നിന്നും ഇന്ന് രാവിലെയാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്തത്. ആഷിഖ് ഇതിനോടകം തന്നെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഫാദറിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി താൻ പണവും ഒപ്പം ഐഫോണും വാച്ചും താൻ കവർന്നെടുത്തു എന്ന് ആഷിഖ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അതിൽ പണം താൻ ചിലവാക്കിയെന്നും തന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി 2-3 ദിവസം താൻ ഈ പണമാണ് ഉപയോഗിച്ചതെന്നും ആഷിഖ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇനി ഇവർ തമ്മിൽ മുൻ പരിചയമുണ്ടോ, ഏതെങ്കിലും ഒരു പ്രതികാരത്തിന്റെ ഭാഗമായാണോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നൊക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ് കേട്ടോ. തീർച്ചയായും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ മുൻപരിചയമുണ്ടോ, ഇക്കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതൊരു ട്രാപ്പാണ്, ഒരു കെണിയാണ് എന്ന് തന്നെയാണ് പോലീസ് നൽകിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്. പക്ഷേ ഇയാളുടെ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കേണ്ടതല്ലേ? പ്രതി എന്തിനാണ് ഇതിനു മുൻപ് ഇവിടെ ഈ ലോഡ്ജിൽ വെച്ച് ആരെങ്കിലും സമാനമായ രീതിയിൽ കെണിയിൽപ്പെടുത്തി പണം തട്ടിയിട്ടുണ്ടോ? ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ നവമി? ടോമി, ആഷിഖിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ആഷിഖ് ഇതിന് സമാനമായ രീതിയിൽ ആരെങ്കിലും ഇതുപോലെ പണം തട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ
മോഷണ കേസിലെയൊക്കെ പ്രതിയാണോ എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി വരുന്നതേ ഉള്ളൂ. എന്തായാലും ആഷിഖിന്റെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണവും തെളിവെടുപ്പും ഒക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പോലീസ് ഇപ്പോൾ പറയുന്നത് ഈ വൈദികൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് തന്നെയാണ് ആഷിഖ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഈ വൈദികരെ ഒന്നി മുൻപരിചയം ഉണ്ടാകും, അല്ലെങ്കിൽ വൈദികൻ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് മോഷ്ടിക്കാനുള്ളൊരു ശ്രമം ആ ഉദ്ദേശത്തോടുകൂടി തന്നെയായിരിക്കും ആഷിഖ് അവിടെ എത്തിയതെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ ലോഡ്ജിൽ വൈദികനെ പൂട്ടിയിട്ട് പണവും മൊബൈൽ ഫോണും കവർന്ന കേസിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ഇപ്പോഴും ആ കേസുമായി ബന്ധപ്പെട്ട് പല അവ്യക്തതകളുമുണ്ട്. ഈ വൈദികനും പ്രതിയും തമ്മിൽ എങ്ങനെയാണ് അവിടെ എത്തിയത്, ഈ ലോഡ്ജിലെത്തിയത്, മറ്റ് വ്യക്തിപരമായ അടുപ്പം മുൻപുണ്ടായിരുന്നു, അതേതെങ്കിലും കെണിയിൽപ്പെടുത്തിയാണോ ഈ കവർച്ച നടന്നത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിൽ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്കും വ്യാപിപ്പിച്ച് സൈബർ ക്രൈം പോലീസ്. റാൻസംവെയർ വൈറസ് ഉപയോഗിച്ച് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് 3 രാജ്യങ്ങളിൽ നിന്നാണ് കണ്ടെത്തൽ. അജ്ഞാതന്റെ വിശദാംശങ്ങൾ തേടി തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് റഷ്യൻ സൈബർ വിദഗ്ധരുമായി ബന്ധപ്പെട്ടു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാൻ, ഈ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവം, അത് എന്നാണ് ഈ ഒരു ഹാക്കിങ് ഉണ്ടായത്? ഇത് ആരാണ് ഈ ഹാക്ക് ചെയ്തത്? സ്വാഭാവികമായും പുറത്തുനിന്നുള്ളവരാകാം. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഇക്കാര്യങ്ങൾ ഈ സൈബർ ക്രൈം പോലീസിന് വ്യക്തമായിട്ടുണ്ടോ? ടോം, ഏപ്രിൽ മാസം ആദ്യവാരമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് അഭിമാനമായി ഉയർന്നു നിൽക്കുന്ന റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് RCC അധികൃതർ തന്നെ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസിനെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. സൈബർ ക്രൈം പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ നടത്തിയ പരിശോധനയിൽ ഈ ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റം അവർ വിശദമായി പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കുന്നതിനിടയിലാണ് റാൻസംവെയർ വൈറസ്, അതായത് ഈ മോചനദ്രവ്യം ആവശ്യപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ സംവിധാനം വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്ന ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന കാര്യം വ്യക്തമായത്. അങ്ങനെ വിശദമായി പരിശോധനയിൽ റഷ്യയിൽ നിന്നുള്ള ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന കൃത്യമായ സൂചനകൾ സൈബർ പോലീസിന് ലഭിച്ചു. തുടർന്ന് ഈ വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ VPN സംവിധാനം പ്രയോജനപ്പെടുത്തി വിദേശ രാജ്യത്ത് നിന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന പ്രക്രിയ നടന്നത് എന്ന് അന്വേഷണത്തിൽ ബോധ്യപ്പെടുകയും ചെയ്തു. പക്ഷേ തുടരന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ റഷ്യൻ സൈബർ വിദഗ്ധരുടെയും റഷ്യൻ സർക്കാരിൻ്റെയും കൂടി പിന്തുണ അനിവാര്യമായ ഒരു സാഹചര്യമാണ് നിലവിൽ. അത് സംബന്ധിച്ച കത്ത് സൈബർ ക്രൈം പോലീസ് റഷ്യൻ അധികൃതർക്ക് കൈമാറിയിട്ടുണ്ട്. അവിടുന്ന് തിരികെ ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അവർക്ക് അതുമായി മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. മോചനദ്രവ്യമായി ഏതാണ്ട് ഡിജിറ്റൽ കറൻസി രൂപത്തിൽ 35 ലക്ഷം രൂപ വില മതിക്കുന്ന ബിറ്റ്കോയിൻ ഇവർക്ക് കൈമാറേണ്ട തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. ബിറ്റ്കോയിൻ സ്വന്തമാക്കിയാൽ അത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഡിജിറ്റൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനിടയിലാണ് റഷ്യയിൽ നിന്നാണ് ഈ ഹാക്കർമാർ ഇത്തരത്തിൽ ഈ RCCയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിരിക്കുന്നത് എന്ന ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം തന്നെയാണ് സൈബർ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആരുടെയെങ്കിലും സഹായം, അതായത് ഈ രാജ്യാന്തര സൈബർ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിൽ, ഈ ഹാക്കിങ്ങിന് പിന്നിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? പക്ഷെ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ രോഗികളുടെ വിവരങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ ആശുപത്രിയുടെ വിവരങ്ങൾ ശേഖരിക്കുക, അതായിരുന്നോ? അതോ പണം തട്ടുക മാത്രമായിരുന്നോ ഈ തട്ടിപ്പ് സംഘത്തിന്റെ, ഈ ഹാക്കിംഗ് സംഘത്തിന്റെ ഉദ്ദേശം? അവരുടെ ലക്ഷ്യമാണ് ഞാൻ ആദ്യം വിശദീകരിച്ചത്, പണം കൈപ്പറ്റുക. അതിനെയാണ് നമ്മൾ റാൻസംവെയർ വൈറസ് എന്ന് പറയുന്നത്. അതായത് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ടോമിൻ്റെ വെബ്സൈറ്റ് വേണമെങ്കിൽ ടോമിൻ്റെ വെബ്സൈറ്റോ മറ്റ് ഏത് സ്വകാര്യ വ്യക്തിയുടെ വെബ്സൈറ്റ് വേണമെങ്കിൽ അങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം നേരത്തെ മുതൽ നിലനിൽക്കുന്നതാണ്. അവിടെ RCC ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. നാളെ നമ്മളിത് വാർത്തയാക്കിയത് അത് RCC ആയതുകൊണ്ടാണ്. ഏത് സ്വകാര്യ വ്യക്തിയുടെയും വെബ്സൈറ്റ് സമാനമായ തരത്തിൽ ഹാക്കർമാർക്ക് ഹാക്ക് ചെയ്യാനുള്ള സംവിധാനം നിലവിലുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്യാതിരിക്കപ്പെടണമെങ്കിൽ കൃത്യമായി സർക്കാർ തലത്തിൽ തരുന്ന സുരക്ഷാ മുൻകരുതലുകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാക്കണം. പ്രധാനമായി പോൺ സൈറ്റുകളിലേക്ക് ടാഗ് ചെയ്തുകൊണ്ടാണ്
ഈ ഇത്തരത്തിലുള്ള ഈ റാൻസം വൈറസ് ടാഗ് ചെയ്യുന്നത്, അത് ഇഞ്ചെക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സൈറ്റുകളിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നതിലൂടെയാണ് സ്വാഭാവികമായി സ്വകാര്യ വ്യക്തികളുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പലതവണ, അതായത് സുരക്ഷിതമല്ലാത്ത ലിങ്കുകൾ ഓപ്പൺ ചെയ്യരുത്, മെയിലുകൾ ഓപ്പൺ ചെയ്യരുത് എന്നതടക്കമുള്ള മുൻകരുതലുകൾ ഏറെ വർഷങ്ങളായി തന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും ആ സുരക്ഷാ മുന്നറിയിപ്പുകളൊക്കെ പാടെ തള്ളുന്ന തരത്തിൽ കൃത്യമായി പ്രൊഫഷണൽ സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഹാക്കർമാർ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ തുടരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. RCCയിലും സംഭവിച്ചത് അത് തന്നെയാണ്. നേരത്തെ ISROയുടെ വെബ്സൈറ്റ് സമാനമായ തരത്തിൽ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടന്നിരുന്നു. ആ സമയത്ത് സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ആ വെബ്സൈറ്റിന്റെ പ്രവർത്തനം വീണ്ടെടുക്കാനായത്. സമാനമായ തരത്തിലാണ് RCCയിലും ഈ ഹാക്കർമാർ നുഴഞ്ഞു കയറിയത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, രോഗികളുമായി ബന്ധപ്പെട്ട ഡേറ്റാബേസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നോ എന്ന പ്രധാനപ്പെട്ട ആശങ്ക ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ ഡേറ്റ ചോർച്ച ഒന്നും ഉണ്ടായിട്ടില്ല എന്നും ഡിനൈൽ ഓഫ് സർവീസ് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്, അതായത് അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുക മാത്രമാണ് സംഭവിച്ചിരിക്കുന്നതെന്നുമാണ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താനായത്. അതോടൊപ്പം ഈ RCCയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത് ഈ RCCയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കാതിരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദിവസേനയുള്ള വിവരങ്ങൾ ബാക്കപ്പ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം RCC തന്നെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. ആ സംവിധാനം നിലനിന്നിരുന്നത് കൊണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതിൻ്റെ തൊട്ട് തലേ ദിവസം വരെയുള്ള എല്ലാ വിവരങ്ങളും ബാക്കപ്പായി സ്റ്റോർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഹാക്ക് ചെയ്ത സിസ്റ്റം മാറ്റി അതിൻ്റെ പ്രവർത്തനം എത്രയും പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റാൻ RCCയുടെ അധികൃതർക്ക് കഴിഞ്ഞതും. എന്തായാലും ഇത് പൊതുജനങ്ങൾക്കുള്ള വലിയൊരു മുന്നറിയിപ്പ് കൂടിയായി മാറുകയാണ്. റഷ്യയിൽ നിന്നടക്കമുള്ള ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഹാക്കർമാരാണ് ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം നടത്തുന്നത്. സ്വാഭാവികമായി സ്വകാര്യ വ്യക്തികൾക്ക് വാട്സപ്പിലേക്ക് ലിങ്കുകൾ അയച്ചു നൽകിയും ഇമെയിലുകളിലേക്ക് ഇമെയിൽ സന്ദേശം നൽകിയുമാണ് ഇതിൻ്റെ ടാഗുകൾ വരുന്നത്. നമ്മളത് ഓപ്പൺ ചെയ്ത് ഈ സൈറ്റിലേക്ക് കയറുമ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യപ്പെട്ട ഈ റാൻസം വൈറസ് നമ്മുടെ വെബ്സൈറ്റിനെ കൃത്യമായി തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പിന്നീട് അവർ ആവശ്യപ്പെടുന്ന മോചനദ്രവ്യം നൽകിയാൽ മാത്രമേ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിൽ എത്തുകയുള്ളൂ. ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തന ശൈലി. ഡാൻ, ഇപ്പോൾ 3 രാജ്യങ്ങളിൽ നിന്നാണ് ഈ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതെന്നാണ് നിലവിൽ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതിൽ ഈ റഷ്യൻ സൈബർ വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട് കേരളത്തിലെ സൈബർ ക്രൈം പോലീസ്. ഈ ഹാക്കർമാരെ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമാണോ? വലിയ സങ്കീർണമായ ദൗത്യമായി മാറും. IP സ്കൂപ്പിംഗ്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ സ്കൂപ്പിംഗ് എന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനം ഈ പ്രൊഫഷണൽ ഹാക്കർമാർ പ്രയോജനപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അവർ ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ നുഴഞ്ഞു കയറിയിരിക്കുന്നതെങ്കിൽ ഇതാരാണ് എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ടാകും. പിന്നെ ഏക പോംവഴി എന്ന് പറയുന്നത് ഈ VPN സേവനം, അതായത് വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഈ സേവനം സർവീസ് പ്രൊവൈഡേഴ്സാണ് നൽകുന്നത്. ആ സർവീസ് പ്രൊവൈഡേഴ്സ് ആരാണ് എന്ന് കണ്ടെത്തിയാൽ ആരുടെ കമ്പ്യൂട്ടറിൽ നിന്നാണ് ഇത് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിശദാംശങ്ങൾ നമ്മുടെ സൈബർ പോലീസിൽ ലഭ്യമാകും. പക്ഷേ ഈ VPN സംവിധാനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് വിദേശത്ത് നിന്നാണ്, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്നാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് റഷ്യയിൽ നിന്നുള്ള സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ ആരാണ് ഇത് ഹാക്ക് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ധാരണ ലഭിക്കുകയുള്ളൂ. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലാത്തതിനാൽ നിയമപരമായ വെല്ലുവിളികൾ, സങ്കീർണതകളൊക്കെ അവിടെ ബാക്കിയാകും. സ്വാഭാവികമായി ഇന്ത്യക്ക് റഷ്യയുമായി നീണ്ടു നിൽക്കുന്ന ദീർഘവർഷങ്ങളുടെ നയതന്ത്ര ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്വാഭാവികമായി ഇപ്പോൾ അയച്ചിരിക്കുന്ന ഈ കത്തിന് അവിടെ നിന്ന് ലഭിക്കുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിൽ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, രാജ്യത്തിനകത്ത് നിന്ന്, ഇന്ത്യക്കകത്ത് നിന്ന് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് സൈബർ പോലീസിന്റെ വിലയിരുത്തൽ. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത സംഭവത്തിലാണ് സൈബർ ക്രൈം പോലീസ് അന്വേഷണം രാജ്യാന്തര തലത്തിലേക്കും വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത് പോലെ ഇത് സാധാരണക്കാരായ ഓരോ വ്യക്തികളും ജാഗ്രതയോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ പല വെബ്സൈറ്റുകളും ഉപയോഗിക്കാറുണ്ട്, സ്വകാര്യ വെബ്സൈറ്റുകളുണ്ട്, പല സ്ഥാപനങ്ങൾക്ക് വെബ്സൈറ്റുകൾ. പക്ഷേ അനാവശ്യമായി വരുന്ന മെയിലുകൾ ഓപ്പൺ ചെയ്താലോ മറ്റ് നിയമവിരുദ്ധമായിട്ടുള്ള വെബ്സൈറ്റുകൾ പോയി സന്ദർശിച്ചാലോ
ഇതുപോലുള്ള ഹാക്കിങ്ങിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല സൈബർ ക്രൈമുകൾ കേരളത്തിൽ രാജ്യത്ത് വലിയ രീതിയിൽ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ മാത്രം ഒരു മാസം 100 കോടിയിലധികം രൂപ സൈബർ തട്ടിപ്പിലൂടെ കവരുന്നുണ്ട്. ഈ സംഘത്തിൻ്റെയും ഈ ഹാക്കിംഗ് സംഘത്തിൻ്റെയും ലക്ഷ്യം പണം തട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ സൂക്ഷിച്ചാൽ, അതായത് ഈ സോഷ്യൽ മീഡിയകൾ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ സൂക്ഷിച്ചാൽ, ജാഗ്രതയോടെ ഇരുന്നാൽ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും സൈബർ തട്ടിപ്പുകളിൽ നിന്നുമൊക്കെ രക്ഷ നേടാൻ കഴിയും. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. സ്പോട്ട് ലൈവ് തുടരുന്നു. കോഴിക്കോട് കൊടുവള്ളിയിൽ വീണ്ടും അടച്ചിട്ട വീട്ടിൽ കവർച്ച. കൊടുവള്ളി സ്വദേശി ഷംസുദ്ദീന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 1 പവൻ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും നഷ്ടമായി. ഷംസുദ്ദീൻ കുടുംബസമേതം വിദേശത്താണ്. വീടിന്റെ മുകളിൽ വെളിച്ചം കണ്ട അയൽവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. ഞങ്ങള് ഇവര് ഇവിടെ ഇല്ലായിരുന്നു, വീട് അടിച്ചു പോയതാണ്. കുറച്ച് ദിവസം പോയിട്ട് അപ്പോൾ ലൈറ്റൊന്നും ആദ്യം ഇട്ടൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തൊട്ടടുത്ത വീട്ടുകാർ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ അവിടെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ ഇട്ടിനോന്ന് ചോദിച്ചു. അപ്പോൾ അതറിഞ്ഞ് ഞങ്ങൾ വന്ന് നോക്കിയതാണ്. വന്ന് നോക്കിയപ്പോൾ ആണ് ഇവിടെ മുമ്പിലത്തെ ഡോറ് പൊളിച്ചതായിട്ട് കാണുന്നത്. പിന്നെ ഞങ്ങൾ നോക്കി പോലീസിന് ഇൻഫോം ചെയ്ത് പിന്നെ അവരൊക്കെ വിളിച്ചിരുന്നോ സാധനം പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. ഉള്ളിലൊക്കെ എല്ലാ അലമാരയും എല്ലാ സാധനവും എല്ലാ വാതിലൊക്കെ കൂട്ടൊക്കെ പൊളിച്ചു കഴിഞ്ഞാണ് ഉള്ളിൽ കയറിയത്. അപ്പോൾ പല വിളിച്ച് ചോദിച്ചാൽ എന്താ സാധനം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചപ്പോൾ കുറഞ്ഞൊരു പൈസയും ചെറിയൊരു പൊന്നിൻ്റെ ഇതുണ്ടായിരുന്നു അവിടെ. അത് നഷ്ടപ്പെട്ടായിട്ട് തോന്നുന്നുണ്ട്. പൈസ ഏതായാലും പോയിട്ടുണ്ട്. പൈസ വെച്ച പേസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പൊന്നും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നത്, അതും നഷ്ടപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പിന്നെ പോലീസ് വന്ന് വിശദാംശങ്ങളുമായി സിദ്ദിഖ് പന്നൂർ ചേരുന്നു. സിദ്ദിഖ്, കഴിഞ്ഞ ദിവസം ഈ കൊടുവള്ളി കച്ചേരിമുക്കിലെ വീട് കുത്തിത്തുറന്ന 32 പവൻ സ്വർണം കവർന്നിരുന്നു. അതേ സംഘം തന്നെയാണ് ഈ കവർച്ചയ്ക്കും ഈ കൊടുവള്ളിയിൽ തന്നെ സമാനമായ രീതിയിൽ കവർച്ച നടത്തിയതിനും പിന്നിലെന്ന് സംശയിക്കണം. കാരണം ഇതുവരെയും ഈ കൊടുവള്ളി കച്ചേരിമുക്കിലെ കവർച്ചാ കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ലല്ലോ. ടോം, വളരെ എന്താ പറയാ ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം കൊടുവള്ളി ടൗണിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രം അകലെ ദേശീയപാതയോരത്ത്, അതായത് മോഡേൺ ബസാർ എന്ന് പറയുന്നത് കൊടുവള്ളി മോഡേൺ ബസാറാണ്. കൊടുവള്ളി ടൗണിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ ദേശീയപാതയോരത്തുള്ള ഒരു വീട്ടിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കൊടുവള്ളി മോഡേൺ ബസാറിൽ കോടങ്ക, അതായത് മുസ്തഫ കുടുംബസമേതം, കോരങ്ങൾ മുസ്തഫ കുടുംബസമേതം വിദേശത്താണ്. ഇവരിപ്പോ ഒരു 4 മാസം മുന്നേ വരെ മുസ്തഫയുടെ മാതാവ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മാതാവ് 4 മാസം മുന്നേ വിദേശത്തേക്ക് പോയി. അപ്പൊ ഇവിടെ ആളില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഈ 24 മണിക്കൂർ കോഴിക്കോട് ബാംഗ്ലൂർ ദേശീയപാതയാണ്. ഈ 24 മണിക്കൂറും വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിന് സമീപം, റോഡിനോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത്. ഇവിടെ കാര്യമായ സ്വർണവും പണവും ഇല്ലാതിരുന്നതിനാൽ നഷ്ടപ്പെട്ടില്ല എന്നാണ് നമുക്ക് പറയാവുന്നത്. അതായത് ഏകദേശം 1 പവനോളം വരുന്ന ചെറിയ 2 ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതേപോലെ 15,000 രൂപയും. എന്നാൽ ഇവിടെ ജനിപ്പിക്കുന്ന ഒരു കാര്യം, തൊട്ടടുത്ത പ്രദേശമാണ്. ഏകദേശം 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഒരു പ്രദേശമാണ് കച്ചേരിമുക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇതേപോലെ ഒരു പ്രധാന റോഡിന് സൈഡിലുള്ള ഒരു വീട്ടിൽ നിന്ന് 32 പവനാണ് കവർന്നിട്ടുള്ളത്. ഒരുപക്ഷെ അത് ആ കവർച്ച നടന്നിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ്. ഇതും ഒരുപക്ഷെ ശനിയാഴ്ച രാത്രിയോ അതല്ലെങ്കിൽ ഞായറാഴ്ചയോ ആയിരിക്കാം എന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ വീട്ടുകാരില്ലാത്തതിനാൽ തന്നെ ആർക്കും ഇത് മനസ്സിലായില്ല. അയൽവാസികൾ രാത്രിയിൽ വെളിച്ചം കണ്ട സമയത്ത് ഇവരുടെ ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇവർ എത്തി നോക്കിയ സമയത്താണ് വീടിന്റെ മുൻഭാഗത്തുള്ള ഗ്രില്ലാണ്. ഈ ഗ്രില്ലിന്റെ പൂട്ട് തകർത്തു. തുടർന്ന് വീടിനകത്തേക്ക് കടക്കുന്ന ഡോറിന്റെ ലോക്ക് ഉൾപ്പെടെ പൊളിച്ചിട്ട നിലയിലാണ്. അതായത് ഈ മരത്തിന്റെ വാതിലായതിനാൽ തന്നെ വലിയ രീതിയിൽ എന്തെങ്കിലും ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത് തകർത്തതാണ്. തുടർന്ന് കിടപ്പ് മുറികളിലെ എല്ലാം വാതിലുകൾ തകർത്തിട്ടുണ്ട്. എല്ലാ അലമാറയും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ഇതിലുള്ള എല്ലാ വസ്തുക്കളും, വസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്
ഇവിടെയെല്ലാം കൃത്യമായി പരിശോധിച്ചു. മണിക്കൂറുകൾ തന്നെ മോഷ്ടാവ് ഇവിടെ ചെലവഴിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായിരുന്നാലും പോലീസ് എത്തി പരിശോധന നടത്തിയത് ഇവർക്ക് വീട്ടുകാർക്ക് അറിവുള്ള പണവും സ്വർണവും ഇത്രയാണ് എന്നതുകൊണ്ട് മാത്രം നമുക്ക് ചെറിയ രീതിയിലുള്ള കവർച്ചയാണ് എന്ന് പറയാം. പക്ഷേ ഭീതി ജനിപ്പിക്കുന്ന ഒരു കാര്യം, ദേശീയപാതയോരത്ത് ഇത്തരത്തിൽ ഉള്ള ഒരു കവർച്ച നടന്നു എന്നുള്ളതാണ്. ആദ്യത്തെ കച്ചേരിമുക്കിലെ കവർച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന തീർച്ചയായും അത് തന്നെയാണ് ഈ സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ വലിയ തിരക്കുള്ള സ്ഥലം, ഒറ്റപ്പെട്ട സ്ഥലമല്ല. അവിടെയാണ് ഇതുപോലെ കവർച്ച നടന്നത്. തൊട്ട് തലേ ദിവസവും കൊടുവള്ളിയിൽ തന്നെ ഏകദേശം ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു കവർച്ച നടക്കുന്നു. കാരണം ഈ പോലീസിന്റെ കൃത്യമായ പരിശോധനയൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണോ ഈ ദേശീയപാതയോരത്തെന്ന് പറയുമ്പോൾ? പോലീസ് പട്രോളിംഗ് ഒക്കെ ആവശ്യമുള്ള സ്ഥലമാണ്. അത് ഏത് സമയത്താണ് കവർച്ച നടന്നതെന്നെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? സാധാരണ നമുക്കറിയാം പ്രവാസികൾ ഈ കുടുംബസമേതം ഇവർ വിദേശത്താണെങ്കിൽ വീട്ടിൽ CCTVകളും മറ്റുമൊക്കെ സ്ഥാപിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ CCTVകളൊന്നും ഇല്ലായിരുന്നോ? ഇവിടെ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. എന്നാൽ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലോ വീടുകളിലോ ഒക്കെ CCTV ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ കൊടുവള്ളി എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിലെ തന്നെ ഒരു സ്വർണ്ണ നഗരിയായി അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. ധാരാളം ജ്വല്ലറികളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാവേണ്ട ഒരു പ്രദേശം തന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു പോലീസിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വേണ്ട രീതിയിലുള്ള പട്രോളിംഗ് നടത്താനുള്ള ഉദ്യോഗസ്ഥരോ വാഹനമോ ഇല്ലാത്ത ഒരു സാഹചര്യം കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ നിലവിലുണ്ട്. പലപ്പോഴും മറ്റു സ്റ്റേഷനുകളിൽ നിന്നുള്ള ഒരു വാഹനം ഉൾപ്പെടെ ഇങ്ങനെ താമരശ്ശേരി മേഖല, താമരശ്ശേരി കൊടുവള്ളി എല്ലാം കൂടെ ഒരു മേഖലയാക്കി തിരിച്ച് ചെറിയ രീതിയിലുള്ള ഒരു പട്രോളിംഗ് നടത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കൊടുവള്ളി ടൗൺ പോലത്തെ സ്ഥലങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്താൻ പോലീസിന് കഴിയില്ല, അല്ലെങ്കിൽ കഴിയാറില്ല എന്നതാണ് വസ്തുത. ഏതായിരുന്നാലും ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏത് ദിവസമാണ്, ഏത് സമയത്താണ് കവർച്ച നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന ഇല്ലാത്തതിനാൽ തന്നെ ഈ വെളിച്ചം കണ്ടു എന്ന് നാട്ടുകാർ, അയൽവാസികൾ പറഞ്ഞ ആ ഒരു സമയം, ആ ഒരു അതായത് ഇന്നലെ രാത്രി ആണ് ഈ വിവരം അറിയുന്നത്. അപ്പൊ ഇവർക്ക് അതിന്റെ തൊട്ടു തലേ ദിവസം ഒരുപക്ഷെ വെളിച്ചം ഉണ്ടായിരിക്കാം. പകൽ സമയത്ത് ഈ വെളിച്ചം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാത്രിയായ സമയത്ത് മാത്രമാണ് ഇങ്ങനെ ഒരു വെളിച്ചം ഉണ്ട് എന്ന് അയൽവാസികൾ ശ്രദ്ധിക്കുന്നത്. അപ്പോ അതിന്റെയും തലേ ദിവസമായിരിക്കാം കവർച്ച നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിൽ പോലീസ് ആ വഴിക്കെല്ലാം പരിശോധനകൾ നടത്തുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും ഇതുപോലെ പ്രദേശത്തെത്തി തെളിവുകളൊക്കെ ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കാര്യമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. പോലീസ് ശക്തമായി അന്വേഷിക്കുന്നുണ്ട്. ഈ രണ്ട് കേസും കൂടെ ചേർത്തുകൊണ്ട് വലിയ ആശങ്കയിലായിരിക്കാം സ്വാഭാവികമായിട്ടും അവിടുത്തെ നാട്ടുകാർ. സിദ്ദിഖ്, ഇങ്ങനെ അടിക്കടി കവർച്ചകൾ ഉണ്ടാകുന്നു, അങ്ങനെ പതിവായി ഇതിനു മുൻപ് ഒരു പതിവായി കവർച്ചകൾ നടന്നിരുന്നൊരു സ്ഥലമാണോ ഈ കൊടുവള്ളിയും ഈ സമീപ പ്രദേശങ്ങളും? പോലീസ് ആരെയാണ് സംശയിക്കുന്നത്? ഏതെങ്കിലും ഇതര സംസ്ഥാന കവർച്ചാ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണോ അന്വേഷണം നീങ്ങുന്നത്? ഏത് രീതിയിലുള്ള ഒരു മോഷ്ടാക്കളാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഏതായാലും പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല. കാരണം അത് അന്വേഷണത്തെ ചില ബാധിച്ചേക്കാം. എന്നാൽ കൊടുവള്ളിയിൽ നമുക്കറിയാം നേരത്തെ ഒരു ജ്വല്ലറി, ദേശീയപാതയോരത്തെ കൊടുവള്ളി ടൗണിലുള്ള ഒരു ജ്വല്ലറിയുടെ ചുമർ തുറന്ന് വലിയ രീതിയിലുള്ള സ്വർണം കവർച്ച ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ പ്രതികളെയൊക്കെ വെസ്റ്റ് ബംഗാളിൽ ഉൾപ്പെടെ പോയി പോലീസ് അതിസാഹസികമായി പിടികൂടുകയും ചെയ്തിരുന്നു. നമുക്കറിയാം ഈ അടുത്തിടെയാണ് കൊടുവള്ളി താമരശ്ശേരി, തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ ഒരു ജ്വല്ലറി ആഭരണ നിർമ്മാണശാലയിൽ കവർച്ച നടന്നത്. ഈ കളവിലെ കേസിലെ പ്രതിയെ അടുത്ത ദിവസം പിടിച്ചു. ഈ സമയത്താണ് പറയുന്നത് 2021 താമരശ്ശേരിയിൽ തന്നെ ഒരു ജ്വല്ലറിയിൽ കവർച്ച നടത്തിയത് ഈ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞു. അതിന് തൊട്ടു മുന്നേ ഏതാനും മാസങ്ങൾക്ക് മുമ്പെയാണ് താമരശ്ശേരി DYSP ഓഫീസിന് സമീപത്തുള്ള ഒരു ജ്വല്ലറിയുടെ ചുമർ തുറന്ന് 40 പവനോളം സ്വർണം അപഹരിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു മേഖലയിൽ, താമരശ്ശേരി മേഖലയെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഭാഗത്ത് അടുത്തിടെയായി ധാരാളം കളവുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും പോലീസിന്റെ അന്വേഷണം വലിയ രീതിയിലേക്ക് കാര്യക്ഷമമാക്കേണ്ടതുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി പെട്രോളിംഗ് പ്രത്യേകിച്ച് ടൗണുകളിൽ കേന്ദ്രീകരിച്ചെങ്കിലും വലിയ രീതിയിലുള്ള രാത്രി പെട്രോളിംഗ് ഒക്കെ ആവശ്യമാണ്. അതിലേക്കുള്ള ഒരു ശ്രദ്ധയൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. വ്യക്തമാണ്. സിദ്ദിഖ് പന്നൂറാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖ് സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ രാത്രി പട്രോളിംഗ് അടിയന്തരമായി തന്നെ വീണ്ടും തുടരണം. കാരണം പലപ്പോഴും പലയിടങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ കവർച്ചാ സംഘങ്ങൾ
സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. അടച്ചിട്ട വീടുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരുടെ കവർച്ചകൾ പ്രധാനമായും നടക്കുന്നത്. തൃശൂർ ചേലക്കരയിൽ വാഹനം മോഷ്ടിക്കാൻ ശ്രമമുണ്ടായി. വാഴക്കോട്ടെ സൂര്യ കൺസൾട്ടൻസി എന്ന വാഹന വിൽപ്പന കേന്ദ്രത്തിലായിരുന്നു മോഷണ ശ്രമം. ശബ്ദം കേട്ട അയൽവാസികൾ വീടിന് പുറത്തിറങ്ങിയതോടെ വാഹനത്തിൽ കയറി മോഷ്ടാക്കൾ കടന്നുകളഞ്ഞു. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, അല്പസമയം മുമ്പ് നമ്മൾ കോഴിക്കോട് കൊടുവള്ളിയിലെ കവർച്ചാശ്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെയും നാട്ടുകാർ, അയൽവാസികൾ അറിഞ്ഞതുകൊണ്ടാണ് ഈ മോഷണ വിവരം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെയും തൊട്ട് സമീപത്ത് താമസിച്ചിരുന്ന ഈ വാഹന വിൽപ്പനശാലയുടെ തൊട്ട് സമീപത്തിരുന്ന് താമസിച്ചിരുന്ന ആളുകൾ ശബ്ദം കേട്ടറിഞ്ഞു. ഇല്ലെങ്കിൽ വലിയ രീതിയിൽ മോഷണം നടക്കുമായിരുന്നു. ഈ പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ്? പോലീസിന് ആരെങ്കിലും സംശയമുണ്ടോ? ടോം, ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ പറയുന്ന വാഴക്കോട് പ്ലാഴി പാതയിലെ ചിറങ്കോണം എന്ന് പറയുന്ന സ്ഥലത്തുള്ള സൂര്യ കൺസൾട്ടൻസിയിലെ അതൊരു വാഹന വിൽപ്പന കേന്ദ്രമാണ്. ഇവിടെ നിന്നും വാഹനം കടത്താനുള്ള ശ്രമം നടത്തിയത്. അതിൽ ഇരുമ്പ് വാതിൽ ചാടി അകത്ത് കയറിയ ശേഷം അകത്തുനിന്നും തല്ലിപ്പൊളിച്ച് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. ഈ ഇരുമ്പ് വാതിലായതുകൊണ്ട് തന്നെ വലിയ ശബ്ദം കേൾക്കുകയും അത് അയൽവാസികൾ വലിയ ശബ്ദം കേട്ട് ഉണരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് മോഷണ ശ്രമം പാളിപ്പോയത്. എന്നിരുന്നാലും ഒരു ഗുഡ്സും ഓട്ടോയും ഒരു പാസഞ്ചർ ഓട്ടോയും അതിൽ നിന്ന് പുറത്തെത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആൾക്കാർ കൂടിയപ്പോഴത്തേക്ക് തന്നെ ഈ മോഷണ ശ്രമത്തിനുള്ള മോഷ്ടിക്കാൻ ശ്രമിച്ചവർ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഏജൻസി അറിയിക്കുന്നത്. പക്ഷേ ഇതൊരു ടോം സൂചിപ്പിച്ചതുപോലെ അയൽവാസികൾ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയാൾക്ക് അതൊരു വലിയ മോഷണമായി മാറിയാണ്, അല്ലെങ്കിൽ ആ ഉടമയ്ക്ക്, സൂര്യ കൺസൾട്ടൻസി ഉടമയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അത് മാറുമായിരുന്നു. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ പറയുന്നത് പോലെ ഗ്യാരേജിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷയും ഒരു പാസഞ്ചർ ഒരു ഗുഡ്സ് ഓട്ടോയുമാണ് പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞത്. എന്തായാലും മോഷണ ശ്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂർ ചേലക്കരയിലാണ് വാഹനം മോഷ്ടിക്കാൻ ശ്രമമുണ്ടായത്. വാഴക്കോട്ടെ ഒരു വാഹന വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും വാഹനം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തുകയും പിന്നീട് അതറിഞ്ഞ് ഈ മോഷ്ടാക്കൾ വാഹനവുമായി കടന്നു കളയുകയുമായിരുന്നു. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.